മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി അനേകായിരങ്ങൾ കൈകോർത്ത് കഴിഞ്ഞു. മാതാവ് നമ്മുടെ ഭവനങ്ങളിലേക്കും ജീവിത നിയോഗങ്ങളിലേക്കും അമ്മയുടെ ജന്മത്തിരുന്നാൾ പ്രമാണിച്ച് വരുമെന്ന് നമ്മോട് പറയുന്നുണ്ട്. ആ അമ്മയുടെ പ്രത്യേകമായിരിക്കുന്ന തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് ഇന്നത്തെ വചനം നമുക്ക് തരുന്നു. സുഭാഷിത പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യം. അലസന്റെ മാർഗം മുൾപടർപ്പുകളാൽ ആവൃതമാണ്, സ്ഥിരോത്സാഹിയുടെ വഴി നിരപ്പായ രാജവീതി അത്രേ. മക്കളെ, മാതാവ് തിരസ്കരിച്ച 6ാമത്തെ മേഖലയാണ് അലസത. നാം വായിക്കുന്നില്ലേ, മാതാവ് തിടുക്കത്തിൽ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ യാത്രയായി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിടുക്കം കൂട്ടണം. നമുക്കൊരു ചെറിയ കാലഘട്ടമാണ് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക്, നന്മ ചെയ്യുന്നതിൽ, ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തിടുക്കം കൂട്ടണം നമ്മൾ. അലസത നാശത്തിലേക്ക് എത്തിക്കുന്നു. അലസത ദാരിദ്ര്യത്തെ വളർത്തുന്നു. അലസന് ആഗ്രഹങ്ങളേ ഉള്ളൂ, തീരുമാനങ്ങളില്ല. അലസൻ ചെളിയിൽ പൂണ്ട കല്ലിന് സദൃശമാണ്. മാതാവ് സമൃദ്ധിയുടെ, അതുപോലെ തന്നെ തീഷ്ണതയുടെ, തിടുക്കത്തിൻ്റെ ഒരു വലിയ പര്യായമാണ്. ആ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എത്ര വലിയ അലസതയാണ് വിട്ടുപോകും. കുഞ്ഞെ, പഠിക്കാൻ നിനക്ക് അലസതയുണ്ടോ? മക്കളെ സ്നേഹിക്കാൻ നിനക്ക് പ്രയാസമുണ്ടോ? വചനം ശ്രവിക്കാനും വചനത്തിന് ഇരിക്കാനും നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? സുവിശേഷ വേല ചെയ്യാൻ നിന്നെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന ശക്തിയുണ്ടോ? എങ്കിൽ പരിശുദ്ധ അമ്മ പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കാം. വലിയ ഉത്സാഹത്തോടെ ജീവിക്കാൻ, വലിയ തീഷ്ണയോടെ ജീവിക്കാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ പക്കലേക്ക് കടന്നു വരികയാണ്. തിന്മയ്ക്കെതിരെ പടപൊരുതുവാനായിട്ടുള്ള ഒരു ശക്തി മാതാവ് നമുക്ക് തരും. നമ്മിൽ കുടികൊള്ളുന്ന അലസത, പഠനത്തിലും ജീവിതത്തിലും ജോലികളിലും അധ്വാനങ്ങളിലും ഒക്കെ കാണുന്ന ഈ അലസതയ്ക്കെതിരെ പടവെട്ടാനായിട്ട് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. വലിയ ഉത്സാഹത്തോടെ, തീഷ്ണതയോടെ നമ്മുടെ ജീവിത നിയോഗങ്ങൾക്കായി നമുക്ക് തിടുക്കം കൂട്ടി വളരെ വേഗത്തിൽ യാത്രയാകാം. സ്ഥിരോത്സാഹിയുടെ വഴി എപ്പോഴും നിരപ്പായ രാജവീതിയിലൂടെ നമുക്ക് നയിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ പരിശുദ്ധ അമ്മ നിന്റെ ഭവനത്തിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാപ്പൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ഷെയർ ചെയ്യുന്ന സർവ്വ മക്കളോടു കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.